ഇന്ത്യയിൽ ആദ്യ വനിതാ ഡോക്ടറായിട്ടുള്ള ആനന്ദ് ഗോപാൽ ജോഷി അവരുടെ MBBS പഠനം അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിക്കൽ പഠനം അവർ കംപ്ലീറ്റ് ചെയ്തത് ഒരു വിദേശ രാജ്യത്ത് നിന്നാണ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ അത്ഭുതപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂരിയസ് ആവാനുള്ള ചാൻസ് അതിലേക്കാൾ കൂടുതലുമാണ്. 1865 ഏകദേശം 177 വർഷങ്ങൾക്ക് മുമ്പാണ് ആനന്ദ് ഗോപാൽ ജോഷി അവരുടെ MBBS പഠനത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത്. അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, അമേരിക്കയിലോട്ട് MBBS പഠനത്തിന് പോകുന്നത്. കൊൽക്കത്തയിൽ നിന്ന് 2 ക്രിസ്ത്യൻ മിഷണറിമാരോടൊപ്പം കപ്പൽ കയറിയാണ് അമേരിക്കയിലോട്ട് വെസ്റ്റേൺ മെഡിസിൻ പഠിക്കാനായിട്ട് മാർച്ച് മാസം 31 1865 അവരവരുടെ യാത്ര പുറപ്പെടുന്നത്. അതിനുശേഷം അവരുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർ തിരിച്ച് നാട്ടിൽ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. സോ വിദേശ MBBS പഠനം എന്ന് പറയുന്ന മേഖലയുടെ ചരിത്രം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര ചെറുതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അബ്രോഡ് MBBSന്റെ ചരിത്രം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് MBBS അബ്രോഡിന്റെ ചരിത്രവും ഓരോ കാലഘട്ടത്തിലും ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചും ഓരോ കാലഘട്ടത്തിലും വന്നിരിക്കുന്ന പുതിയ നിയമങ്ങൾ എന്താണ് എന്നും കറന്റ്ലി MBBS അബ്രോഡ് എന്ന് പറയുന്ന മേഖല എവിടെ എത്തി നിൽക്കുന്നു എന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു വനിത ആദ്യമായി ഡോക്ടർ ആവാനായിട്ട് അവർ പോകുന്നത് വേറെ രാജ്യത്തിലേക്കായിരുന്നു. ഏകദേശം 177 വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലോട്ട് പോവുകയും ചെയ്യുന്നത്. അത് കൂടാണ്ട് നമ്മൾ ആ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയെ ബ്രിട്ടൻ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ മെഡിക്കൽ പഠനമെന്നല്ല ഏകദേശമുള്ള എല്ലാ വിദ്യാഭ്യാസ രംഗത്തും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആഗ്രഹിച്ചിരുന്ന പ്രഭുക്കളുടെ മക്കൾ മിക്കവാറും പോയിട്ടുണ്ടായിരുന്നത് UK അല്ലെങ്കിൽ US ഇറ്റലിയിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ ഒക്കെ തന്നെയായിരുന്നു. കാര്യം അവിടെയാണ് വളരെ ക്വാളിറ്റിയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെഡിക്കൽ പഠന രംഗത്തെ കുറിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഇന്ത്യയിൽ മെഡിക്കൽ പഠന രംഗത്ത് ഒരു നാഴികക്കല്ല് എന്ന് പറയാൻ പറ്റുന്ന ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1933 ബിക്കോസ് ഇന്ത്യയിൽ 1933 ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി മെഡിക്കൽ പഠന രംഗത്ത് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അതായത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ സ്ഥാപിതമാവുന്നതെന്ന് പറഞ്ഞാൽ 1933 സ്ഥാപിതമാവുന്നത്. സോ 1933 ഈ പറഞ്ഞ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായി എങ്കിലും വിദേശത്ത് നിന്ന് MBBS പഠിച്ചിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അന്ന് നിലവിൽ വന്നിട്ടില്ലായിരുന്നു. സോ 1933 ഈ പറഞ്ഞ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിനു ശേഷം 2002 വിദേശത്ത് നിന്ന് MBBS പഠിച്ചിട്ട് വരുന്ന വിദ്യാർത്ഥികളെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നും ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അവർ പോയി പഠിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ 2002 FMG അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2002. ഇന്ന് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ എല്ലാവരും ഈ പറയുന്ന FMG എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പൊ FMG എന്ന് പറഞ്ഞ എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏകദേശം 22 വർഷങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അതിനു മുമ്പ് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ പോസിബിൾ ആയിരുന്നു. അത് ഞാനീ പറഞ്ഞ US UK കാനഡ പോലുള്ള രാജ്യങ്ങൾ മാത്രമല്ല, അന്ന് അവർ വന്നിരുന്നത് ചൈനയെന്നോ റഷ്യയെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സോവിയറ്റ് രാജ്യങ്ങളിൽ നിന്ന് എവിടെയായാലും 2002 മുമ്പ് അവർക്ക് രജിസ്ട്രേഷൻ ഈസിലി പോസിബിൾ ആയിരുന്നു. സോ 2002 FMG വന്നതോടൊപ്പം തന്നെ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നൊരു നിയമം കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പോയതിനു ശേഷം നമ്മൾ ഏത് കോളേജിലാണോ പോകുന്നത് ആ കോളേജിന്റെ അഡ്മിഷൻ ലെറ്ററും അത് കൂടാണ്ട് ആ കോളേജിന് അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യവും ഈ ഒരു കോളേജ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റഡ് ആണോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പോയി പഠിക്കാനായിട്ട് ഈ വിദ്യാർത്ഥി എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. സോ ഈ പറയുന്ന കാര്യം 2002 എന്ത് ചെയ്തേക്കുന്നത്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കമ്പൽസറി ആയി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുകയുണ്ടായത്. 2002 മാർച്ച് മാസം 15 ശേഷം ഗ്രാജുവേറ്റ് ആവുന്ന വിദ്യാർത്ഥികൾ FMG എന്ന് പറഞ്ഞ എക്സാമിനേഷൻ കമ്പൽസറി ആയി എഴുതണമെന്നുള്ളൊരു നിയമം എന്ത് ചെയ്തു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നു. അതിനുശേഷം പിന്നെ 2004 എന്ത് ചെയ്തേക്കുന്നത്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒരു ഇടപെടൽ നടത്തുന്നത്. അതായത് ഏതൊക്കെ രാജ്യത്തെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പോയി പഠിക്കാനായി സാധിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2004 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുകയുണ്ടായി.
സോ അപ്പം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലിസ്റ്റ് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ടുള്ള ഒരു സൗകര്യം 2004 മുതലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 2004 വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ലിസ്റ്റ് ഓഫ് കോളേജസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു നീണ്ട കാലയളവില് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വിദേശ MBBS പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പുതിയ നിയമങ്ങളൊന്നും തന്നെ വരികയുണ്ടായില്ല. അതിനുശേഷം 2018 വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളും നീറ്റ് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ള ഒരു റൂള് കൊണ്ടുവരുന്നത്. ഈ ഒരു റൂൾ കൊണ്ടുവരുന്ന സമയത്ത് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സംഷൻ കൂടെ അതിനകത്തുണ്ടായിരുന്നു. വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ് എന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർഷം നീറ്റ് എഴുതി പാസ്സാവുന്ന വിദ്യാർത്ഥിക്ക് അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ പോയിട്ട് എന്ത് ചെയ്യാം, പുറത്തു പോയിട്ട് MBBS പഠിക്കാനായിട്ട് സാധിക്കുമെന്നൊരു എക്സംഷൻ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നീറ്റിന്റെ എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആവണം എന്ന് പറഞ്ഞിട്ട് 2018 റൂൾ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2002 എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവസാനിച്ചു. ഓക്കെ, അതൊന്ന് അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്തു, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നീറ്റിന്റെ പാസ് സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പുതിയൊരു റൂൾ കൂടെ ഇതിനോട് ആഡ് ചെയ്യുകയുണ്ടായി. സോ 2018 എന്ത് ചെയ്തു, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സ്റ്റോപ്പായി. അതിനുശേഷം എന്ത് ചെയ്തു, നീറ്റ് പാസ്സാവണമെന്ന് പറഞ്ഞിട്ടുള്ള പുതിയ റൂൾ വന്നു എന്ന് നമുക്ക് രത്ന ചുരുക്കമായി പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിസ്റ്റ് ഓഫ് കോളേജസ് റിമൂവ് ചെയ്യലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2004 വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ലിസ്റ്റ് ഓഫ് കോളേജസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2020 ആദ്യത്തോടു കൂടെ എന്ത് ചെയ്തു, ഈ ഒരു ലിസ്റ്റ് ഓഫ് കോളേജസ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുകയും അതിനുശേഷം വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടുന്ന് വിദേശത്ത് പോകുന്നതിന് മുമ്പായി നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അത്തരത്തിലുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് ചെയ്തത് അതിനുശേഷം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1933 സ്ഥാപിതമായ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം, ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തെ പ്രൊഫഷണൽ റെഗുലേറ്ററി ആയിരുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ 25 സെപ്റ്റംബർ 2020 പിരിച്ചുവിടുകയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന പേരിൽ പുതിയൊരു ബോഡി സ്ഥാപിതമാവുകയും ചെയ്യുകയുണ്ടായി. സോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സ്ഥാപിതമായതിനു ശേഷം 2021 നവംബർ 18 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി FMGL റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തു, പുതിയൊരു ഗസറ്റ് ആണ് ഇപ്പൊ കറന്റ്ലി കൊണ്ടുവന്നിരിക്കുന്നത്. സോ 2021 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗസറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ വിദേശത്ത് പോയിട്ട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, MBBS പഠിക്കുന്നത്. സോ FMGL റെഗുലേഷൻ മീറ്റ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇനി മുതൽ എന്താ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2024 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. സോ FMGL റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ബയോയിൽ ഇടുന്നുണ്ട്. സോ FMGL റെഗുലേഷനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു വീഡിയോ കൂടെ കാണുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. സോ കറന്റ്ലി ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് ഒരു വർഷം MBBS പഠിക്കാനായിട്ട് ഏകദേശം 25,000 മുതൽ 30,000 വിദ്യാർത്ഥികൾ പോകുന്നുണ്ട് എന്നാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും നോർക്കയുടെയൊക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1933 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിനു ശേഷം 2002 ഇത്തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഏകദേശം ഒരു 1998 മുതലാണ് ഇന്ത്യയിൽ നിന്ന് വളരെ വലിയ അളവിൽ വിദ്യാർത്ഥികൾ വിദേശത്തോട്ട് MBBS പഠിക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങിയത്. സോ അതിനുശേഷം വിദേശ MBBS പഠനം മോണിറ്റർ ചെയ്യാനും അതിന്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ചെക്ക് ചെയ്യാനും പല കാലഘട്ടങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പല തരത്തിലുള്ള നിയമങ്ങളും അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിയമമാണ് 2021 FMGL റെഗുലേഷനിലൂടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കറന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു നിയമം. സോ കറന്റ്ലി FMGL റെഗുലേഷൻ പ്രോപ്പർലി പാലിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതലോ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതി പാസ്സാവലോ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ആവുകയുമില്ല. അപ്പോൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.